ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ ആദൂസിൻ്റെ സ്കൂളിൽ എന്തെങ്കിലും ഒരു വെറൈറ്റി സാലഡ് ഉണ്ടാക്കി കൊണ്ടുപോകണമെന്ന് മിസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദൂസിന് ഫ്രൂട്ട്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഓർത്തുന്ന ഫ്രൂട്ട് സാലഡ് തന്നെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ഇതിൽ ആഡ് ചെയ്യാം. ഞാൻ ഇതിലേക്ക് ആദൂസിന് ഇഷ്ടമുള്ളൊരു 3 ഫ്രൂട്ട്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ 1/2 ഗ്ലാസ് പാലിൽ 2 സ്പൂൺ കസ്റ്റർഡ് പൗഡർ ഇട്ട് അത് മിക്സ് ചെയ്ത് മാറ്റി വെച്ചു. അതിനുശേഷം ബാക്കിയുള്ള പാല് അത് തിളപ്പിക്കാനായിട്ട് വെച്ചു കേട്ടോ. പാല് നന്നായി തിളച്ച ശേഷം നമ്മൾ ഇതിലേക്ക് കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റർഡ് മിൽക്കും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് ഇത് നന്നായി തിളക്കുമ്പോൾ ഇതൊന്ന് കൈവിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായി തിളച്ച ശേഷം അതൊന്ന് കുറുകി വന്നപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ബൗളിലേക്ക് ഞാൻ ഒഴിച്ചു വെച്ചു. 1 മണിക്കൂർ ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം സെറ്റായി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇത് ആഡ് ചെയ്ത ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റും കൂടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് കേട്ടോ എടുത്തത്. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ആദൂസ് ഇതിനു മുമ്പ് കസ്റ്റർഡ് മിൽക്ക് കഴിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കഴിക്കുന്നത് ഫസ്റ്റ് ടൈം ആയിരുന്നു കേട്ടോ. പക്ഷേ ആദൂസിന് ഇത് കഴിച്ചപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇതൊരു ഐസ്ക്രീം പോലെ ഉണ്ടെന്നാണ് ആദൂസ് പറയുന്നത് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ടാറ്റാ, ബൈ.